അതിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂരെ സുവോളജിക്കൽ പാർക്കാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 28-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ച 326 ഏക്കർ വ്യാപ്തിയുള്ള തൃശ്ശൂരിലെ ഏറ്റവും വലിയ തൃശ്ശൂർ ടൗണിൽ തന്നെയുള്ള ഒരു പാർക്കാണ് സുവോളജിക്കൽ പാർക്ക്. മലയാളത്തിൽ പറഞ്ഞാൽ മൃഗശാല എന്ന് പറയാം. പക്ഷേ ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ പ്ലാന്റ് സുവോളജിക്കൽ പാർക്കാണ്. പ്ലാൻ ചെയ്ത് വളരെ ഭംഗിയായി ഇന്ത്യയിലെ ഇത്തരത്തിൽ പ്ലാൻ ചെയ്ത് മനോഹരമാക്കിയ മറ്റൊരു പാർക്കില്ല. ഇതിനേക്കാൾ വലിയ പാർക്കുണ്ട്. നമ്മുടെ മൈസൂറിലെ സുവോളജിക്കൽ പാർക്കൊക്കെ ഇതിനെ കഴിഞ്ഞ് വലുതാണ്. പക്ഷേ ഇത്രയും പ്ലാൻഡ് ആയിട്ട് മനോഹരമാക്കി തീർത്ത ഒരു പാർക്കില്ല. അപ്പോൾ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ CK മോഹൻ സാറും ഞങ്ങളെല്ലാം കൂടി ഇരുന്നപ്പോൾ തീരുമാനിച്ചു തൃശ്ശൂർ ഒരു ദിവസം പോകാം, ഇത് കാണാം. പിന്നെ ട്രസ്റ്റിന്റെ ഒരു യോഗം നടന്നപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ യാത്ര ഇങ്ങോട്ട് തന്നെ ആക്കാം. അങ്ങനെ ദീർഘമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ യാത്രയിൽ വളരെയധികം ആളുകൾ പോരാൻ വേണ്ടി പേര് നൽകുകയും തയ്യാറാവുകയും ചെയ്തതാണ്. ചിലർക്ക് അസുഖം മൂലം വരാൻ പറ്റിയില്ല, അപകടം മൂലം വരാൻ പറ്റിയില്ല. അതുകൊണ്ട് 55 പേര് ഉറപ്പായും പോരുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് നമ്മൾ 42 പേര് മാത്രമേ ഈ യാത്രയിൽ പങ്കെടുക്കുന്നുള്ളൂ. അതോടൊപ്പം ഏതാനും കുട്ടികളും ഇതിന്റെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇപ്പോൾ കാപ്പി കുടിക്കാൻ സമയമായില്ലെങ്കിൽ പോലും ഊന്നുകല്ലിൽ ചെല്ലുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും. എല്ലാവരും ഒക്കെ തന്നെ സമയത്ത് എത്തി. സുവോളജിക്കൽ പാർക്ക് കാണുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഊന്നുകല്ലിൽ നമുക്ക് രാവിലത്തെ ഭക്ഷണം പറഞ്ഞിട്ടുണ്ട്. ആ ഭക്ഷണം വെജിറ്റേറിയൻ ഫുഡാണ് പറഞ്ഞിരിക്കുന്നത്. മുട്ടക്കറി വേണമെങ്കിൽ കഴിക്കാം. അപ്പവും വെജിറ്റബിൾ കറിയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി മുട്ടക്കറി വേണമെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കാം, എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ രാവിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് പോകുന്നതിന് മുൻപ് അവിടെ ഒരു 2-3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ഒന്ന് തൃശ്ശൂർ പൂരം നടക്കുന്ന വടക്കുന്നാഥ ക്ഷേത്രം, അതോടൊപ്പം തേക്കിൻകാട് മൈതാനവും. അവിടെ പൂരം നടക്കുന്നില്ല, എന്നാൽ പോലും അവിടെ എല്ലാം ഒന്ന് കാണാം. അതിനുശേഷം തൃശ്ശൂർ ടൗണിൽ തന്നെ മറ്റൊരു ക്ഷേത്രമുണ്ട്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചിട്ടുള്ള കുറുക്കഞ്ചേരി ക്ഷേത്രമാണ്. അത് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ഗുരുവായൂർ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ മിശ്ര വിവാഹം നടക്കുന്ന ക്ഷേത്രമാണ്. അവിടുത്തെ ഉത്സവം തൈപ്പൂയമാണ്. അവിടുത്തെ ഉത്സവം ശിവക്ഷേത്രമാണെങ്കിലും തൈപ്പൂയമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഈ 3 സ്ഥലങ്ങളും എല്ലാം 15 മിനിറ്റ് വീതമുള്ളൂ കണ്ടതിന് ശേഷം നമ്മൾ സുവോളജിക്കൽ പാർക്കിലേക്ക് പോകും. അത് ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ടൗണിൽ തന്നെ, തൃശ്ശൂർ ടൗണിൽ തന്നെയാണ്. പാർക്ക് കണ്ടു കഴിയുമ്പോൾ അവിടെ നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം വരും. ആ ഭക്ഷണം നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത് ഒരു കേറ്ററിംഗുകാരനോട് പറഞ്ഞ് ഭക്ഷണം നമുക്ക് അവിടെ സുവോളജിക്കൽ പാർക്കിലോ അതിന് തൊട്ടടുത്ത സമയത്തോ എന്തായാലും 1:30 മണിക്ക് മുമ്പായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും. അത്രയും കാര്യങ്ങൾ നടന്നതിന് ശേഷം നമ്മൾ നേരെ മലമ്പുഴയ്ക്ക് പോകും. മലമ്പുഴ വെയിലൊക്കെ ആയതുകൊണ്ട് ഒരു 4:30-5 മണി മുതൽ 7:30-8 മണി വരെയുള്ള സമയമാണ്. ആ സമയത്ത് നമുക്ക് മലമ്പുഴ പാർക്ക് കയറി കാണാം.
എന്നുള്ള പ്ലാനിൻ്റെ രൂപത്തിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ധർമ്മസംഘം ട്രസ്റ്റ്, പിന്നീട് വളർന്ന് വലിയ സന്യാസി സമൂഹമായി മാറിയ ധർമ്മസംഘം ട്രസ്റ്റ് രൂപം നൽകുന്നത് ഈ പ്ലാവിൻ്റെ ചുവട്ടി വെച്ചാണ്. നമ്മുടെ ഈ ഇതിൻ്റെ പ്രദേശത്തുള്ള പ്ലാവിൻ്റെ ചുവട്ടി വെച്ചാണ്. ഇത് പർണശാല എന്നാണ് അറിയപ്പെടുന്നത്. ഈ പർണശാല വീണ്ടും അത് പർണം എന്ന് പറഞ്ഞാൽ ഏറെ കണ്ട് കമ്പൂട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. അതുമായിട്ട് പുതിയ രീതിയിൽ പണിതുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഇത് അറിയപ്പെടുന്നത് പർണശാലയാണ്. ഈ ക്ഷേത്രത്തിനും ഇത് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമെല്ലാം രൂപം നൽകുന്നത് ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ടുള്ളതാണ്. അതിൽ തൃപ്തിപ്പെടാതെ ഇവിടുത്തെ ചില പ്രമാണിമാരെല്ലാം കൂടെ ചേർന്നിട്ട് അതിൽ വലിയ രൂപമാറ്റം വരുത്താൻ തീരുമാനിച്ചു. അതിനുശേഷം വീണ്ടും ഗുരുദേവൻ വന്ന് ഇവിടുത്തെ ഈ പർണശാലയിൽ വിശ്രമിച്ചു. ഈ കെട്ടോ അല്ല കേട്ടോ, പർണശാലയിൽ വിശ്രമിച്ച സമയത്ത് പറഞ്ഞു, ഞങ്ങൾ സ്വാമി ഇതിനകത്തേക്ക് മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുക, അതിൻ്റെ വലിപ്പം അല്പം കുറയ്ക്കുകയാണെന്ന് പറഞ്ഞു. ഗുരുദേവൻ ഈ പർണശാലയിൽ കയറി വാങ്ങണം. എല്ലാവരും ഇങ്ങനെ ഈ മുറ്റത്തും പരിസരത്തും എല്ലാം നിന്ന് കാണുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും വളരെ സമയം കഴിഞ്ഞിട്ടും ശ്രീനാരായണ ഗുരുദേവനെ കാണുന്നു. അവസാനം സൈകിട്ട് കുറേ പേർക്ക് തുറന്നു നോക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. തുറന്നു നോക്കിയപ്പോൾ ഗുരു ഇതിനകത്തില്ല. പർണശാലയിൽ ഗുരുവില്ല. ആളുകൾക്ക് ഭയങ്കര വേവനാദിയാണ്. ഇവിടുത്തെ ഒരു നമ്പൂതിരി ശ്രേഷ്ഠനായിട്ടുള്ള തച്ചിൽ ശാസ്ത്രം അറിയാവുന്ന ഒരാളെ കൊണ്ടാണ് രണ്ടാമത് അതിൻ്റെ പ്ലാൻ എടുപ്പിച്ചത്. അപ്പോൾ ഗുരുദേവൻ ആദ്യമേ എല്ലാ പ്ലാനും കൊടുത്ത് ഇത് കളിയാനുള്ള നിർദ്ദേശം നൽകി പോയതാണ്. പിന്നീട് വന്നപ്പോഴാണ് ഇതിലേക്ക് മാറ്റം വരുത്തിയത്. ഏതായാലും വളരെയേറെ സമയം കഴിഞ്ഞിട്ട് ഗുരുവിനെ കാണുന്നത് തുറന്നു നോക്കി കണ്ടില്ല. എല്ലാവരും 4 ഭാഗം അന്വേഷിച്ച് ഇറങ്ങിയപ്പോൾ ഗുരു തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കോളിൽ ഇരിക്കുക. അവിടെ ചെന്നാലെല്ലാം കൂടി വീട് നമസ്കരിച്ച് വായിച്ചിട്ട് ചെയ്ത് സാഷ്ടാംഗ പ്രദാനം ചെയ്ത് ഗുരുവിനെ വീണ്ടും മണ്ണിലേക്ക് വിളിച്ചു. അതേ രീതിയിൽ ഞങ്ങൾ പന്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് മഹേശ്വര ക്ഷേത്രം. അതിലെ ശിവന്റെ പ്രതിഷ്ഠ മാത്രം ഗുരുദേവൻ നടത്തി. ബാക്കിയുള്ള ബോധാനന്ദ സ്വാമികളാണ് പ്രതിഷ്ഠ നടത്തിയത്. പുറത്ത് കേരളത്തിൽ എവിടെ അങ്ങോട്ട് വടക്കോട്ട് കേരളത്തിൻ്റെ ഭാഗത്തില്ല. ഇവിടെയും മുതൽ അങ്ങോട്ട് ഈഴവരുടെ മറ്റൊരു വിഭാഗമായ തീയ സമുദായന്മാർ അങ്ങോട്ട് കുറേ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണിലാണ്, പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ വിളിച്ചത്. ശരി, നമുക്ക് പോകാം. അടുത്തതായിട്ട് നമ്മൾ പുതിയ സ്ഥലങ്ങൾ കൂടി ടൗണിൽ കാണാൻ. ഇന്ന് പിന്നെ വലിയ തിരക്കുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഒരു ദുഃഖ ശനിയാഴ്ചയാണ്. എന്നാലും മലമ്പുഴ പാർക്കിൽ പോയി അവിടെ മറ്റ് ടിക്കറ്റുകളൊക്കെ അവനവൻ തന്നെ എടുക്കണം. ഉദാഹരണത്തിന് അവിടെയുള്ള നമ്മുടെ ആകാശയാത്രയൊക്കെ നടത്തണമെങ്കിൽ അതിന്റെ ടിക്കറ്റ് നിങ്ങൾ എടുക്കണം. പക്ഷേ കേരളത്തിലെമ്പാടുമുള്ള ആളുകൾ വരുന്ന ഒരു തീർത്ഥാടന സ്ഥലം കൂടിയാണ്. ബസിലിക്ക ആണ്. അപ്പോൾ അത് നമുക്ക് നേരിട്ട് കാണാം. നമ്മൾ അവിടെ ഇനിയും ചെല്ലുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തുകൊണ്ട് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ കവാടത്തിലേക്ക് നമുക്ക് കിടക്കാം. വടക്കുംനാഥുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. തൃശ്ശൂർ പൂരം, വലിയ ആനയും പാനകളും അവിടുത്തെ പിന്നെ ആൽത്തറമേളവും ഇളനിത്രമേളവും എല്ലാം വളരെ പ്രസിദ്ധമാണ്. മലമ്പുഴയിലേക്ക് കയറുന്നതിനുള്ള ടിക്കറ്റ് നമ്മുടെ ഈ പാക്കേജിൽ തന്നെ എടുക്കും. അതുപോലെ തന്നെ സുവോളജിക്കൽ പാർക്കിലേക്ക് കയറാനുള്ള പാസും നമ്മൾ തന്നെ എടുക്കും. സുവോളജിക്കൽ പാർക്കിലേക്ക് പോകാൻ ബസ്സുണ്ട്. അത് എപ്പോഴെങ്ങനെ കിട്ടുമെന്നത് അറിയാൻ പാടില്ല. ഒരു ഡബിൾ ഡെക്കർ ബസ്സുണ്ട്. 50 രൂപയെങ്ങാണ്ടാണ് ടിക്കറ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് അങ്ങനെ അത് കൃത്യസമയത്ത് കിട്ടുമോ എന്നുള്ളതൊക്കെ ഒരു സംശയമുണ്ട്. എന്തായിരുന്നാലും നമുക്ക് ചിലപ്പോൾ നടന്നു കാണേണ്ടി വരുമായിരിക്കും. കൂടുതൽ ആളുകൾ നടന്നു പോവുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പ്രോഗ്രാം. വൈകിട്ട് 7:30 നമ്മൾ മലമ്പുഴയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് യാത്ര ചെയ്യും. ഇതാണ് നമ്മളുടെ ഇന്നത്തെ യാത്രാ പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ ഊന്നുകലിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങും. തൃശ്ശൂർ ചെന്ന് പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങൾ കാണും. സുവോളജിക്കൽ പാർക്കിലേക്ക് പിന്നീട് പോകും. ഉച്ച കഴിയുന്നിടം വരെ എന്ന് പറഞ്ഞാൽ ഒരു 1:30-2 വരെ മാക്സിമം ആ സമയത്ത് നമുക്ക് ചെലവഴിച്ച് ഭക്ഷണം കഴിച്ച് മലമ്പുഴയ്ക്ക് പോകാം. നമ്മളുടെ ഈ യാത്രയിൽ പങ്കെടുക്കുന്ന 42 പേരാണുള്ളത്. 42 പേരെയും നിങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരിക്കും. എന്നാലും ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇതിലെ മിക്കവാറും എല്ലാ ആളുകളും നമ്മളുടെ ട്രസ്റ്റിന്റെ യാത്രയിൽ പങ്കുചേർന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അറിയാം. നമ്മളെല്ലാവരും പല പ്രാവശ്യം ഈ യാത്രയിൽ പങ്കുചേർന്നിട്ടുള്ളവരാണ്. ഇതിൽ നമ്മുടെ ആദ്യത്തെ സീറ്റിലുള്ളത് ഒന്ന് ജലജയാണ്. പുത്തമ്പുരയ്ക്കൽ ജലജയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജലജ ബിജു. തൊട്ടടുത്ത് കയ്യെന്ന് പൊക്കിയൊരു ജലജ. ഇനി പിന്നെ കാണുമ്പോൾ ഇന്ന സീറ്റിലായിരിക്കാൻ അറിയാമല്ലോ.
പിന്നെ അടുത്തുള്ളത് അജിത രഘുവാണ്. നമ്മുടെ PR രഘുവിന്റെ ഭാര്യയാണ്. അദ്ദേഹത്തിന് നാളെ കഴിഞ്ഞ് മറ്റന്നാള് വലിയൊരു യാത്രയുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ പോരാത്തത്. അല്ലെങ്കിൽ മിക്കവാറും നമ്മളുടെ യാത്രയിൽ പങ്കെടുക്കുന്നയാളായിരുന്നു. ആ സീറ്റിൽ തന്നെ അങ്ങേയറ്റത്തിരിക്കുന്നത് നമ്മളുടെ ഏലിക്കുട്ടിയാണ്. നമ്മുടെ കയ്യാടി ജോസിന്റെ വൈഫാണ്. നമ്മുടെ യാത്രകളിലെല്ലാം സ്ഥിരം നമ്മോടൊപ്പം കൂടുകയും സഹകരിക്കുകയും ചെയ്യുന്നയാളാണ് ഏലിക്കുട്ടി. ഇന്ന് ഭാഗ്യത്തിന് ജോലിയില്ല, അതുകൊണ്ട് ഇന്നലെ ഇന്നും നാളെയും ജോലിയില്ലാത്തതുകൊണ്ടാണ് നമ്മളുടെ കൂടെ പോരുന്നത്. പിന്നെ നമ്മളുടെ ഈ യാത്രയിൽ പങ്കുചേരുന്നത് എന്റെ അയൽക്കാരനായ രാജു ചേട്ടനും, രാജു നങ്ങരേട്ട് രാജു ചേട്ടനും ഭാര്യ രാധയും, ആ രാധയുടെ ചേച്ചി ശാന്തമ്മയുമാണ്. ശാന്തമ്മ താമസിക്കുന്നത് പഴയേരിയിലാണ്. നമ്മുടെ യാത്രയിലെ ഒരു പുതുമുഖമാണ്. ഇനിയുള്ള എല്ലാ സമയത്തും നമുക്ക് പുള്ളിക്കാരുടെ കൂടി നമ്മുടെ യാത്രയിൽ കൂട്ടാം. രാജു ചേട്ടനും രാധയും സ്ഥിരം നമ്മളുടെ യാത്രയിലൊക്കെ മിക്കവാറും പോരുന്നതാണ്. പിന്നെ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്നയാള് നമ്മളുടെ കുടിൽമറ്റത്തിലെ ചേച്ചി എന്ന് എനിക്ക് വിളിക്കേണ്ട കാര്യമില്ല, എന്നാൽ ഒരു ഇണക്കത്തിന് ഇരിക്കട്ടെ, സുകുമാരി ചേച്ചിയാണ്. ആദ്യം പോരുന്നില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും അവിചാരിതമായി 3-4 പേര് കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ വീണ്ടും നിർബന്ധിച്ചു. സൂലാതൊക്കെ ഇരിക്കുമായിരുന്നെങ്കിൽ നമ്മളുടെ ഈ യാത്രയിൽ പങ്കുചേരുന്നു. കഴിഞ്ഞ ശിവഗിരി തീർത്ഥാടനത്തിന് ഞങ്ങൾ ഒന്നിച്ചാണ് 2-3 ദിവസം യാത്രയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള നമ്മുടെ യാത്രകളിലൊക്കെ പങ്കുചേരാമെന്ന് അന്ന് തന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ അദ്ദേഹം നമ്മളുടെ ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ജിൻഡോ PC, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും, ചിന്നെന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. പാറയ്ക്കൽ ജിൻഡോ PC. അവിടെ നിന്ന് ജിൻഡോയുടെ അമ്മ ശാന്ത ചെല്ലപ്പനുണ്ട്, ഭാര്യയുണ്ട്, പിന്നെ അളിയനുണ്ട്, പെങ്ങളുണ്ട്, മക്കളുണ്ട്. അവര് 6 പേരാണ്. പിന്നെ നമ്മൾ കാപ്പുടിക്കാൻ ഇറങ്ങുമ്പോൾ വിശദമായി പരിചയപ്പെടാം. എന്തോ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന മറ്റൊരു കുടുംബം എന്ന് പറയുന്നത് പ്രകാശ് സാറിന്റേതാണ്. PS പ്രകാശ് വാഴയിൽ സാറിന്റെ അമ്മ ജാനകി ഉണ്ട്, ഭാര്യ വിദ്യയുണ്ട്, മകൻ പ്രഫുല്ലുണ്ട്, അതോടൊപ്പം സാറിന്റെ ചേട്ടൻ മോഹനുണ്ട്, മോഹനന്റെ ഭാര്യ ഉഷയുണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ ആ കുടുംബത്തിൽ നിന്നും പങ്കെടുക്കുന്നുണ്ട്. മറ്റൊന്ന് പച്ചനാകുന്നൽ ഷാജിയാണ്. ഷാജിക്ക് ചെറിയ അസൗകര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായപ്പോൾ ഞാൻ ഒന്ന് ആശങ്കപ്പെട്ടതാണ്. എന്തായിരുന്നാലും അതൊക്കെ കഴിഞ്ഞ് ഷാജി വന്നു. ഷാജിയുടെ ഒരു ബന്ധു മരിച്ചു പോയിരുന്നു കഴിഞ്ഞ ദിവസം. ഷാജിയുടെയും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ആളാണ്, എങ്കിലും അത് ഒരാഴ്ച മുമ്പായിരുന്നു. നമ്മളുടെ യാത്രയിൽ പങ്കെടുക്കാവുന്ന സതിയും ഷാജിയും തീരുമാനിച്ചു. രണ്ടുപേരെയും നമ്മളുടെ യാത്രയിൽ പരിചയപ്പെടുത്തുന്നു, പങ്കാളികളാവുന്നു. മറ്റൊരാള് നമ്മളുടെ വിരിപ്പിലെ മോഹനാണ്, ട്രസ്റ്റിലെ അംഗമാണ്. മോഹനൻ നമ്മുടെ യാത്രയിൽ പങ്കെടുക്കുന്നു. പിന്നെ ഷാജു ഇടപ്പറമ്പിൽ നമ്മളുടെ ട്രസ്റ്റിലെ അംഗമാണ്, ഈ യാത്രയിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം നമ്മുടെ വിജയൻ സാറ് ആൽപ്പാറയുള്ള അദ്ദേഹം കഴിഞ്ഞ് നമ്മളുടെ യാത്രയിൽ പങ്കെടുത്തിരുന്നു. കുറച്ചുനാളെ ആയുള്ളൂ നമ്മൾ ആ യാത്ര നടത്തിയിട്ട്. അതോടൊപ്പം ശിവദാസ് വട്ടക്കുഴി മിക്കവാറും നമ്മളുടെ യാത്രയിലെല്ലാം സ്ഥിരമായി പങ്കെടുക്കുന്നയാളാണ്. പിന്നെ നമ്മുടെ സന്തോഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷ് ലോട്ടറി എന്ന് പറഞ്ഞാൽ ഓർക്കുള്ളൂ. സന്തോഷിന്റെ ഭാര്യ ധന്യ, അതോടൊപ്പം ശ്രീഹരി ഉൾപ്പെടെയുള്ള 2 മക്കൾ ഉണ്ട്. അവരെല്ലാവരും യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചേർത്തോട് ടൗണിൽ എല്ലാവർക്കും പരിചയമുള്ള ജോയി ശകലം താമസിച്ചു പോയി, ഉറങ്ങിപ്പോയി. എന്നാലും ഓടിയെത്തി നമ്മളുടെ ഈ യാത്രയിൽ പങ്കുചേർന്നു. ജോയിയെയും ഈ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മളുടെ യാത്രകളിൽ സ്ഥിരമായി പങ്കെടുക്കാറുള്ളതാണ് നഗരകുറ്റിയിലെ സുബോധും ഭാര്യ സിനിയും അതോടൊപ്പം മക്കളും നമ്മുടെ ഈ യാത്രയിൽ പങ്കെടുക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. 2 അവിടെ ഒരു പള്ളിയുണ്ട്, എല്ലാം തൃശ്ശൂർ ടൗണിൽ തന്നെയാണ്. പള്ളി എന്ന് പറഞ്ഞാൽ മൈനർ സെമിനാരിയുടെ ഒരു ബസലിക്കയാണ്. ആ ബസലിക്ക പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏഷ്യയിലെ 3ാമത്തെ പള്ളിയും
ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയുമാണ് തൃശ്ശൂർ നമ്മൾ കാണാൻ പോകുന്ന വ്യാകുലമാതാ ചർച്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി 261 അടി ഉയരമാണ് ആ പള്ളിക്കുള്ളത്. ഏതാണ്ട് 25,000 സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണേണ്ടത് തന്നെയാണ്. അത് ഗോതിക രീതിയിലും ഇന്ത്യൻ രീതിയിലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു പള്ളിയാണത്. നമ്മളതിൻ്റെ നിർമ്മാണ രീതി, അതിൻ്റെ സൗഷ്ഠവവും ഭംഗിയും ഒക്കെ ആസ്വദിക്കേണ്ടത് തന്നെയാണ്. രണ്ടും കൂടെ ഒരാളുണ്ട്. ഇല്ല കഴിഞ്ഞില്ല. പോരുത്. അതൊക്കെ എടുത്തോളാം. കഴിഞ്ഞു. പിന്നെ ചേലത്തോട് ടൗണുമായി ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആളായിരിക്കും നിങ്ങൾക്ക് സന്തോഷ്. എല്ലാവർക്കും ചില പേരുകളുണ്ട്, അത് പറഞ്ഞാലേ അറിയുള്ളൂ. സന്തോഷ് എന്ന് പറഞ്ഞാൽ അറിയാല്ല, പ്രിയ സന്തോഷ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സന്തോഷ് നമ്മുടെ ഏഴിയമ്പി ഭാഗത്താണ് താമസിക്കുന്നത്. എങ്കിലും സമയത്ത് തന്നെ അദ്ദേഹം എത്തിച്ചേർന്നു. പിന്നെ പറയാത്താരാണ് ആനന്ദ്, എന്റെ മകൻ. ജോണിച്ചേട്ടൻ അവസാനമല്ലേ അവസാനം പറയാതെ. ആനന്ദുണ്ട്, ഏറ്റവും പുറകിലിരിപ്പുണ്ട്. പ്രഫുൽ പുറകിലിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ജോണിച്ചേട്ടൻ. നമ്മള് സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ യാത്രകളിലും എത്ര യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ടോ അത്രയും യാത്രയിലും ഏതാണ്ട് ഇപ്പൊ ഒരു 8-10 യാത്രകളൊക്കെ ഞാൻ കൂടി ഉൾപ്പെട്ട് ഒന്നെങ്കിൽ റെസിഡൻസ് അസോസിയേഷന്റെ അല്ലെങ്കിൽ ട്രസ്റ്റിന്റെ യാത്രകളിൽ പങ്കെടുക്കുന്നയാളാണ് ജോണിച്ചേട്ടൻ. എല്ലാ പ്രാവശ്യവും പങ്കെടുക്കുന്നു. പിന്നെ നമ്മുടെ വടക്കേടത്തെ സുകുമാരൻ ചേട്ടനും മിക്കവാറും നമ്മളുടെ എല്ലാ യാത്രകളിലും നമ്മോടൊപ്പം ഒന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം പങ്കെടുക്കും. സുകുമാരൻ ചേട്ടൻ ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ ഒരു നവാതിഥിയാണ് രവിചേട്ടൻ പുത്തമ്പുരയ്ക്ക്.
നേരത്തെ തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പോരാൻ താല്പര്യപ്പെടുകയും അതോടൊപ്പം സമയത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്തു രവിചേട്ടൻ. അപ്പോൾ നമ്മുടെ ഈ യാത്രയ്ക്ക് തുടർന്നും ഉണ്ടാകുന്ന യാത്രയിലേക്ക് രവിചേട്ടനെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. രണ്ടെണ്ണം ചേർത്ത് നടക്കുന്നതാണോ അത്? മറ്റേ ആൾ ആവശ്യമുണ്ടോ? നമ്മൾ പോയത് എന്ത് മുതലായിരുന്നല്ലേ? അത് മുതലാണോ കിടക്കുന്നത്? മയിലുകൾ അണ്ണാൻ കുഞ്ഞും തന്നാലായി ഇതാ പഴയിൽ എന്ന് അത് ഉന്നയിച്ചെന്തോ വേണം. അവന് ഇതിലയറ്റപ്പെട്ടതാ. അണ്ണാൻ്റെ അണ്ണാൻ്റെ വരികല്ല കുരങ്ങൻ്റെ ആയിട്ട് പെട്ടതാ. വരികയാണോ? അല്ല, അത് വേറെ ഇനത്തിൽപ്പെട്ട കുരങ്ങ. കടിയാൽ ഇത് വേറെയാ. ഇത് വേറെ ഈ അതിനകത്തല്ല.
ആ ആ
Cita. 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 Tiger. Cita. ആ ചൂടുകൊണ്ട് ഓ സോറി ആണ്ട് കിടക്കുന്നു ഓ ஆமா இது நல்ல சைஸ் ஆக்கும் பக்கத்துல வந்து நம்மள ஒரே முழுங்கி பாக்குது பாக்குது சொல்லுக்கா என்ன அது நான் பக்கத்துல போய் போட்டோ எடுக்கணுமாமா வேற பொண்ணு ரெடி பண்ணிட்டீங்களா வாங்க ചൂടുണ്ടെങ്കിൽ അവിടെ രണ്ടാം മനയല്ലേ ഒരു കൂട്ടില്ല Thank you.
ഇറങ്ങി പോകാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുക. പിടിക്കും ആ ഓർത്തിരിക്കുക.
പിന്നെ പേര് മാറി വന്നയാളാണ് നമ്മുടെ പുഷ്പമാടം. മോഹനായിരുന്നു ആദ്യമേ പോരാൻ തീരുമാനിച്ചിരുന്നത്. പെങ്ങള് വീട്ടിലുണ്ടായിരുന്നു. അവരെ കട്ടിക്കളത്തേക്ക് പോയി. അമ്മ തന്നെയുള്ളൂ. അതുകൊണ്ട് സാറ് പോകുന്നില്ല. പുഷ്പ സാറാണ് നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്നത്. വളരെ സന്തോഷകരമായി അതെ യാത്രയെ ഇഷ്ടപ്പെടുകയും യാത്രയിൽ പങ്കെടുക്കുകയും പുതിയ സ്ഥലങ്ങൾ കാണുകയും ചെയ്യുന്നത് സന്തോഷമായി കണക്കാക്കുന്നയാളാണ് നമ്മളുടെ പുഷ്പമാടം. എല്ലാ നമ്മളുടെ കഴിഞ്ഞ യാത്രയിലും ഉണ്ടായിരുന്നു. തുടർന്ന് അങ്ങോട്ട് ഇനി നമ്മളുടെ പ്രോഗ്രാമുകളിലൊക്കെ ഉണ്ടാവും. ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വാഹനത്തെ ഓടിക്കുന്നത് സന്തോഷമാണ്. നിങ്ങൾക്ക് സന്തോഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡ്രൈവർ നമ്മുടെ സന്തോഷിന്റെ സുഹൃത്തുമുണ്ട്. സന്തോഷിനെയും പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ മറന്നു പോകാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവസാനം പറഞ്ഞോളാമെന്ന് കരുതിയിട്ടാണ് ഇരുന്നത്. നമ്മളുടെ ജോൺസൺ സാറ് ആണ് ഇന്നത്തെ ഈ യാത്രയിൽ ഏറ്റവും ആദ്യം ചേരച്ചോട്ടി വന്നത്. സാറിനോട് നേരത്തെ ഒരു മാസം മുമ്പ് തന്നെ ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞു. നമ്മളുടെ എല്ലാ ട്രസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു അംഗത്തെ പോലെ ഇടപെടുകയും പ്രത്യേകിച്ച് കഴിഞ്ഞ വാർഷികം നാട്ടുകാരെ എല്ലാം അറിയിച്ചത് സാറാണ്. സാറിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും ദിവസങ്ങളോളം അത് നിറഞ്ഞു നിന്നു. സാറ് വളരെ കാര്യമായി അതിനുള്ള പബ്ലിസിറ്റി എല്ലാം കൊടുത്തു. ഇന്നത്തെ നമ്മളുടെ കഴിഞ്ഞ രാമേശ്വരം യാത്രയായിരുന്നാലും എല്ലാ യാത്രയിലും കൂടെ ഉണ്ടാവും. അതെല്ലാം നമ്മളുടെ യാത്ര നാട്ടുകാരെ അറിയിക്കുന്നതും അതിന് പ്രചരണം നൽകുന്നതും ജോൺസൺ സാറാണ്. ഇന്നും അതുപോലെ തന്നെ വന്നപ്പോൾ തന്നെ നമ്മളുടെ ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ ജോൺസൺ സാറിനെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഒരു നവാതിഥി കൂടി നമ്മളുടെ ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. രവിചേട്ടൻ നമ്മളുടെ അവിടെ ശാഖയുടെ നേരത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഈ വെള്ളത്തിലും കരയിലും എന്ന് പറഞ്ഞതുപോലെ പകുതിക്കാലം കുട്ടപ്പൻ സിറ്റിയിലും പകുതിക്കാലം എറണാകുളത്തുമാണ് താമസം. അവിടെ മക്കളും വീടും സൗകര്യങ്ങളും എല്ലാം എറണാകുളത്തുണ്ട്. കുട്ടപ്പൻ സിറ്റിയിലും ഉണ്ട് വീടും സ്ഥലവും എല്ലാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നയാളാണ്. എന്നാലും ഒരുവിധം കുറെ സമയം നമ്മുടെ കുട്ടപ്പൻ സിറ്റിയിൽ ഉണ്ടാവും. നമ്മുടെ ഈ യാത്രയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു നവാഗതനാണ് അദ്ദേഹം. തുടർന്നും പള്ളത്തുപാറയിൽ നിന്നാണ് വീട്ടുപേര്, രവീന്ദ്രൻ പള്ളത്തുപാറയിൽ. നമ്മളുടെ ഈ പ്രാവശ്യം ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങളുടെ യാത്രയിൽ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കുന്നതാണ് എന്ന് പറയുകയും അതോടൊപ്പം അത്രയും അകലെ നിന്നും സമയത്ത് തന്നെ 4:45 കഴിഞ്ഞപ്പോൾ രവിചേട്ടൻ നമ്മുടെ യാത്രയിൽ പങ്കെടുക്കുന്നതിന് ചേലച്ചോട്ടിൽ എത്തിച്ചേരുകയും ചെയ്തു. ബസ്സിനാണ് വന്നത്. അവിടെ നിന്ന് വളരെ നേരത്തെ പോകുന്നെങ്കിലേ ഈ സമയത്ത് ഇവിടെ എത്തുകയുള്ളൂ. അപ്പൊ രവിചേട്ടനെയും നമ്മളുടെ ഈ യാത്രയിലേക്ക് ഒരു നവാഗതൻ എന്ന നിലയിൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം. നമ്മൾ ഊന്നുകല്ലിൽ കാപ്പി കുടിക്കാൻ ആദ്യം അരമണിക്കൂർ താമസിച്ചുകൊണ്ട് ഊന്നുകല്ലിലെ കാപ്പി കുടി വളരെ സ്പീഡിൽ നടത്തണം. ടോയ്ലറ്റിൽ പോകുന്നവർക്ക് പോയിട്ട് വരാം. നമുക്കൊരു 10 മണിയാകുമ്പോഴെങ്കിലും തൃശ്ശൂർ ചെന്നെങ്കിൽ അല്ലെങ്കിൽ വെയിൽ കൂടും. അവിടെ 2-3 സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം വേണം പാർക്കിലേക്ക് പോകാനായിട്ട്. പാർക്കിലെ ബസ്സിന്റെ സൗകര്യം ഞാൻ പൂർണ്ണമായി പറയുന്നില്ല. അപ്പൊ നമ്മളുടെ ഇതിന്റെ മറ്റ് കാര്യങ്ങളെല്ലാം പ്രകാശ് സാറും ജിൻഡോ PC-യും കൂടി നോക്കും. മറ്റു കാര്യങ്ങളെല്ലാം അവരോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ മതി. പ്രകാശ് സാറ് ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുകയും നമ്മുടെ സൗകര്യങ്ങളെ കുറിച്ചെല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ പ്രകാശ് സാറിനോട് ആ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതോടൊപ്പം തന്നെ എല്ലാത്തിനും ഓടി നടക്കുന്ന ജിൻഡോ ഉണ്ട്. അവർ രണ്ടുപേരും കൂടി നമ്മുടെ ഈ യാത്രയുടെ ലീഡേഴ്സായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ ഈ സന്തോഷമെല്ലാം ഉണ്ടാകണമെങ്കിൽ പൈസ വേണമെന്ന് നിങ്ങൾക്കറിയാം. അതിന് എല്ലാവരോടും ചില പൈസയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ എല്ലാവരും പ്രകാശ് സാറും ജിൻഡോയും വരുമ്പോൾ അത് കൊടുത്ത് സഹായിക്കണം. രാവിലത്തെ ഭക്ഷണം നമ്മളുടെ ഈ പാക്കേജിന്റെ കൂടെ ഉണ്ട്. അതിന് നിങ്ങൾ പ്രത്യേകം പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെജിറ്റബിൾ കറിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാറ്റം ആർക്കെങ്കിലും വരുത്തുന്നത്. ഇപ്പോൾ അപ്പത്തിന് പകരം പൊറോട്ട വേണമെങ്കിലോ വെജിറ്റബിൾ കറിക്ക് പകരം മുട്ടക്കറി വേണമെങ്കിലോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാം. ഇരിക്കുന്നവർ അതാത് ടേബിളിലെ തന്നെ അതാത് ടേബിളിലെ ടിക്കറ്റ് മേടിച്ച് പൈസയ്ക്കുള്ള ടിക്കറ്റ് മേടിച്ച് പ്രകാശാന്റെയോ ജില്ലയുടെ കയ്യിലോ കൊടുക്കണം.
അത്ര മാത്രമേ പറയാനുള്ളൂ. ബാത്റൂമിൽ പോകുന്നവരൊക്കെ പെട്ടെന്ന് പോയിട്ട് വന്ന് തിരിച്ച് ബസ്സിൽ കയറണം. നമുക്ക് സമയം ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇന്ന് വലിയ തിരക്ക് വഴിയിലുണ്ടാകാൻ സാധ്യതയില്ല, ദുഃഖ ശനിയാഴ്ച ആയതുകൊണ്ട്. എന്നാലും എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഈ യാത്രയിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്നും ട്രസ്റ്റ് നടത്തുന്ന ഇത്തരം പരിപാടികളിൽ നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്
ഉറങ്ങുന്നാണോ നിർത്തില്ലല്ലോ. നോക്കടോ. ഈ കളറ് വേറൊരു കാര്യമില്ല. പ്രിയനേ നിൻ കഥ കേട്ടു ആകുമ്പോൾ പരമേശ്വരൻ ശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. സ്നേഹ വാത്സല്യം ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. കാറ്റൂരിടച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചൽ പുറങ്ങളിലൂടെ കാറ്റൂരിടച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചൽ പുറങ്ങളിലൂടെ നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു. കൊല്ലനാരോ വന്നിട്ടിപ്പോൾ ഒരു വട്ടം ഇരുമ്പെടുത്തുലയിൽ വെച്ചു.
ണ്ട് കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളേറ്റം 90 കഴിഞ്ഞപ്പോൾ പെണ്ണു കെട്ടാൻ പോയി. 90 കഴിഞ്ഞ ഒരു മൂത്ത പുള്ളേറ്റം പെണ്ണ് കെട്ടാൻ പോയി. പെണ്ണ് കെട്ടിയതിന് ശേഷം പാമ്പിനെ പേടിച്ച് പാടത്തിറങ്ങൂല, പട്ടിയെ പേടിച്ച് മുറ്റത്തിറങ്ങൂല. പാമ്പിനെ പേടിച്ചു പാടത്തിറങ്ങൂല, പട്ടിയെ പേടിച്ച് മുറ്റത്തിറങ്ങൂല. പച്ചില പാമ്പിനെ പേടിച്ചു മൂപ്പിന്ന് വെറ്റില തിന്നൂല. അതല്ലേ കെട്ടിയ പെണ്ണിനെ പേടിച്ചു മൂപ്പിന്ന് കട്ടിലിൽ കിടക്കൂല. പാമ്പിനെ പേടിച്ച് പാടത്തിറങ്ങൂല, പട്ടിയെ പേടിച്ച് മുറ്റത്തിറങ്ങൂല. നിത്യസത്യതയാനിധിയേ ഇനി കൽപ്പാന്തമിഴികൾ തുറന്നീടണേ. മനസ്സുക്കുള്ളിൽ പഞ്ചാരപ്പ മിന്നുന്ന നേരത്ത് ഭയന്നും കണ്ണുവച്ചു. ഈനകൾ പദങ്ങൾ പാടുന്നു, കൈതകൾ വിലാസമാടുന്നു. என் வாசல் வந்து போயா